ഹലോ ഗൈസ്, ഇന്നത്തെ റെസിപ്പി ഉണ്ണിയപ്പമാണ്. ഒരു ഗ്ലാസ്സിനാണ് എല്ലാ അളവെടുത്തിരിക്കുന്നത്. 3 കട്ട ശർക്കര അത് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചരി തലേന്ന് കുതിർത്ത് വെക്കണം. തലേന്ന് കുതിർത്ത് വെച്ച് ഇതിന് ഒരു 1.5 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ളത്. അതിലോട്ട് നമുക്ക് 2 ഏലക്കായും ചേർക്കാം. മൈസൂർ പഴം, പാളയംകോടൻ പഴം എന്നൊക്കെ പറയുന്ന പഴം ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. കുഞ്ഞി പഴം ഇതുകൊണ്ട് ഒരു 5-6 ഞാൻ എടുത്തിട്ടുണ്ട്. അല്ല, കുറച്ച് വലിപ്പമുള്ള 2 മതി. ഇനി മെൽറ്റ് ചെയ്ത ശർക്കര നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. മെൽറ്റ് ചെയ്ത ശർക്കര ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായി അരച്ചെടുക്കുക, ഫൈൻ പേസ്റ്റ് വെക്കുക. എന്നിട്ട് നമുക്ക് അതേ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് മൈദപ്പൊടിയും കുറച്ച് ചെറിയ ജീരകവും കുറച്ച് ഒരു നുള്ളി എള്ളും കുറച്ച് തേങ്ങാക്കൊത്തും ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചില്ലുട്ടിയുടെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. എൻ്റെ ഒപ്പം കുക്കിങ്ങിന് അവളുമുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സൊക്കെ ഒരു നുള്ള് മിക്സ് അപ്പക്കാരം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ ഉണ്ടാക്കുകയാണ്. നല്ല ക്രിസ്പിയും സോഫ്റ്റുമാവും, ഒരു സംശയവും വേണ്ട. ഏത് അറിയാത്തവർക്കും ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ 5 മിനിറ്റാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ആ പഴവും മൈദയും ഒക്കെ കൂടെ മിക്സ് ആകുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം തന്നെ നമുക്ക് കിട്ടും. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ല തിക്കായിട്ട് തന്നെ, ഇഡ്ഡലി മാവിൻ്റെ അത്രയല്ല, കുറച്ചുകൂടി ലൂസാവണം. ആ ഒരു പരുവത്തിൽ നമുക്ക് ഇത് മാവ് കറക്റ്റാക്കി എടുക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ നല്ലവണ്ണം എണ്ണ ചൂടാക്കി അതിലോട്ട് ഒഴിച്ചെടുക്കാം. നല്ലവണ്ണം എണ്ണ ചൂടാവണം. ഒക്കെ ഒഴിച്ച് ഒന്ന് പൊന്തി വരുമ്പോൾ നമുക്ക് ഒക്കെ പൊന്തി വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് നല്ലോണം പൊന്തി അത് ചട്ടിയിൽ നിന്ന് പൊന്തി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ചട്ടിയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്, പൊങ്ങി ചാടി കളിക്കരുത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു എണ്ണയിൽ തന്നെയാണ് ഞാനിപ്പോൾ കൂട്ടിയ മാവിലുള്ള ഉണ്ണിയപ്പം മുഴുവൻ തയ്യാറാക്കിയെടുക്കുന്നത്.